ദൈവനാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ കേൾക്കുവാൻ ഇടയായി തീർന്നത് ഇപ്രകാരമാണ്. കോർന്നേലിയോസിൻ്റെ ജീവിതമാണ് നമുക്ക് ഗ്രഹിപ്പാനിടയായി തീർന്നത്. കോർന്നേലിയോസ് ദൈവത്തെ ഭയപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്, ഇടയായി തീർന്നത്. അതിനെക്കുറിച്ച് വിശദമായിട്ട്, വളരെ വിശദമായിട്ട് ഒരു ശുശ്രൂഷയുണ്ട്. എങ്കിലും ഇപ്പോൾ അതിൻ്റെ സമയമില്ലാത്തതുകൊണ്ട് നാം അതിലേക്ക് പൂർണ്ണമായിട്ട് കിടക്കുന്നില്ല. ഒരു കാര്യം നാം ചിന്തിക്കുക: പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. പിന്നെ ആരുടെ പ്രാർത്ഥന കേൾക്കണേ? ദൈവഭക്തനായിരുന്നു നീതി പ്രവർത്തിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കും. പക്ഷേ കോർന്നേലിയോസ് പാപിയല്ലേ, പിന്നെ പ്രാർത്ഥന കേട്ടത് എങ്ങനെയാ? കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട കള്ളൻ പാപിയല്ലേ, പിന്നെ പ്രാർത്ഥന കേട്ടത് എങ്ങനെയാ? പിന്നെ പ്രാർത്ഥന കേട്ടത് എങ്ങനെയാ? എല്ലാറ്റിലും, അതായത് ദൈവഭക്തന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു, ദൈവഭക്തനല്ലാത്തവന്റെ ഭയം ദൈവം ശ്രദ്ധിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട വചനത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തിയ ഏറ്റവും വലിയൊരു സത്യമാണ്. ദൈവഭക്തന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. പക്ഷേ ജാതികളാണെങ്കിലും കുഴപ്പമില്ല, അവർ നോക്കുന്നത് അവരുടെ പ്രാർത്ഥന. കാരണം പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായം വേണം. ആത്മാവിന്റെ സഹായത്തോടുകൂടി ആ സ്വരം ഉച്ചരിച്ചാൽ മാത്രമേ, ശബ്ദം ഉച്ചരിച്ചാൽ മാത്രമേ ആത്മീയമണ്ഡലങ്ങളിൽ പ്രവേശിക്കുകയുള്ളൂ. ഇതൊക്കെയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇതങ്ങനെയല്ല. ദൈവഭക്തന്റെ പ്രാർത്ഥന അങ്ങനെയൊക്കെ നടക്കും. പക്ഷെ ജാതികളെ നോക്കുമ്പോൾ അവരിൽ നിന്ന് ദൈവം നോക്കുന്നത് എന്തറിയാമോ? ഭയം. പ്രാർത്ഥനയൊന്നും വേണ്ട അവർക്ക്. ഭയത്തിൽ നിന്ന് അവർ പ്രവർത്തിക്കുന്നത്. അതായത് ഇസ്രായേലിലെ യഹൂദര കുഞ്ഞുങ്ങളെ മുഴുവനും കൊന്നൊടുക്കണം എന്ന് ഫറവോൻ കൽപ്പിച്ചു. ഫറവോൻ കൽപ്പിച്ചപ്പോ അതിന് ആരെയാ പിടിക്കേണ്ടത്, സൂക്ഷിക്കേണ്ടത്? സൂതികർമ്മിണികൾ, അതായത് പ്രസവം എടുക്കുന്ന സൂതികർമ്മികളുണ്ട്. അവരെ പിടിച്ച് അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ പ്രവൃത്തിക്ക് പോകുമ്പോൾ സ്ത്രീകൾ പ്രസവിക്കുന്ന കുഞ്ഞ് ആണാണെങ്കിൽ അവിടെ വെച്ച് തന്നെ കൊന്നു കളഞ്ഞേക്കണം. അവിടുന്ന് അതിനുള്ള പ്രതിഫലമൊക്കെ കൊടുക്കും. വചനം എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? സൂതികർമ്മികൾ ദൈവത്തെ ഭയപ്പെട്ടു, അങ്ങനെ ചെയ്തില്ല. ആൺകുട്ടികൾ ജനിക്കുമ്പോൾ അവരെ കൊന്നു കളഞ്ഞില്ല. ഫറവോൻ വിളിച്ചു, നിങ്ങളെന്താ അങ്ങനെ ചെയ്തേ? അപ്പൊ അവര് നുണ പറഞ്ഞു. ഇസ്രായേലി സ്ത്രീകൾ നമ്മുടെ സ്ത്രീകളെ പോലെയല്ല, അവർ നല്ല തിറമുള്ളവരാ. ഞങ്ങള് പ്രസവവേദനയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവര് പ്രസവിച്ചു കഴിയും. അതാ സംഭവം. പറഞ്ഞത് നുണയാ. യഥാർത്ഥത്തിൽ അവർ ചെയ്യാതിരുന്നതിന്റെ കാരണം അതല്ല. പിന്നെയോ, ദൈവത്തെ ഭയപ്പെട്ടതാ. അത് ഉടയവൻ കണ്ടു. അപ്പോ ഒരു മനുഷ്യന്റെ എത്ര വിസ്തരിച്ച് പ്രാർത്ഥിക്കുന്നതിന് എല്ലാറ്റിനേക്കാൾ മുമ്പ് പെന്തക്കോസ്തുകാരനായാലും ജാതി ആയാലും ഏത് ശ്രേഷ്ഠനായിരുന്നാലും ഏറ്റവും ആദ്യം ദൈവം നോക്കുന്നത്, മനുഷ്യ വംശത്തിൽ ദൈവം നോക്കുന്നത് ഭയമാണ്. ദൈവത്തെ ഭയം. അതുകൊണ്ട് ആ സങ്കീർത്തനം പറയുന്നത്, ദൈവത്തെ ഭയപ്പെട്ട അവന്റെ കർത്തങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏവനും ഭാഗ്യവാൻ. അവിടെയാണ് ഏത് മനുഷ്യന്റെ അടിസ്ഥാന പ്രമാണമാണ് ഭയം, ദൈവഭയം. ഇത്രയും വലിയ കാര്യം ചെയ്ത് ദൈവത്തിന്റെ സ്നേഹിതനായി തീർന്ന അബ്രഹാമിൽ ദൈവം കണ്ടത് അവന്റെ ഒരു കഴിവുമല്ല, അവന്റെ ഒരു വിശ്വാസത്തിന്റെ കഴിവല്ല, അവൻ ദൈവത്തെ ഭയപ്പെടുന്നു. നീ ദൈവത്തെ, ബാലന്റെ മേൽ കൈവയ്ക്കരുത്. സ്വന്തം മകന്റെ മേൽ കത്തി വയ്ക്കാൻ പോയപ്പോ നീ കത്തി വെക്കരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇത് മനസ്സിലായാൽ മതി. ഏറ്റവും വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന് അങ്ങനെയാണെങ്കിൽ താഴ്ത്തും അങ്ങനെയാ, ജാതിക്കും അങ്ങനെയാ, മനുഷ്യ വംശത്തിനും മുഴുവൻ അങ്ങനെയാ. സകല മനുഷ്യർക്കും അടിസ്ഥാന പ്രമാണമാണ് ദൈവഭയം.
അതുകൊണ്ട് പാപികളുടെ പ്രാർത്ഥന അവനെന്ത് പ്രാർത്ഥിക്കണ, അവനിങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അവൻ ആത്മാവുണ്ടോ? പരിശുദ്ധാത്മാവിലാണോ അവൻ പ്രാർത്ഥിക്കുന്നത്? അവൻ പ്രാർത്ഥിച്ച സ്വർഗത്തിലെത്തുവോ? വചനത്തിൽ വ്യവസ്ഥയുണ്ടല്ലോ, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ശരിയാ, ശരിയാ. പാപികളുടെ പ്രാർത്ഥനയല്ലേ ദൈവം കേൾക്കാത്തെ? വചനത്തിൽ ഭയമുണ്ടോ? ഭയം കേൾക്കുന്നു ഇതുണ്ടോ? വചനമുണ്ടോ? ഉണ്ട്. കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളൻ കൂട്ടുകാരനോട് പറയാണ്, കർത്താവിനെ പരിഹസിക്കുമ്പോൾ പറയാണ്, അവനെ ശാസിച്ചു, നീ എന്താ ഈ പറയുന്നേ? സമശിക്ഷാവിധിയിലായിട്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? ഉടയവൻ നോക്കുവാണ്. അവൻ എന്തോരം പിടിച്ചു പറിച്ചിട്ടുണ്ടോ? അവൻ എങ്ങനെ നരകത്തിൽ വിടാമെന്ന് നോക്കുന്നവനല്ല ദൈവം. നോക്കുവാണ്. നോക്കുമ്പോൾ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവഭയം കിടക്കുന്നു. ഇതുമായിട്ട് നടക്കുന്ന എത്രയോ പേര് ശരിക്കും ദൈവത്തെ ഭയപ്പെടുന്നുണ്ടോ? ഇവൻ ദൈവത്തെ ഭയപ്പെടുന്നുണ്ടോ? ശ്രദ്ധിച്ചു നോക്കണം. ഇവിടെ കർത്താവിന്റെ വചനം പറയുന്നത് കൊർന്നേലിയോസിന്റെ പ്രാർത്ഥന. പലരും പല ഉണ്ട്, ശരിക്ക് പ്രാർത്ഥന ദൈവം കേട്ടിട്ടല്ല, ഇങ്ങനെയാണെന്നുള്ള പല പ്രസംഗങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷേ അതിന് തെളിയിക്കുന്നറിയാമോ? തൻ്റെ കുടുംബത്തോടു കൂടി ദൈവത്തെ ഭയപ്പെടുന്ന ഒരു കുടുംബം, ഒരുവൻ കുടുംബത്തോടു കൂടി, താൻ മാത്രമല്ല തൻ്റെ കുടുംബത്തിലും ദൈവഭയം പഠിപ്പിക്കുന്നവനാണ് അവൻ. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ജാഗരണങ്ങൾ, നമ്മുടെ ദൈവത്തോടുള്ള പ്രവൃത്തി എല്ലാറ്റിനും മുമ്പ് ഇന്ന് നമുക്കൊരു പ്രാർത്ഥന വേണം. അതിനാ ഇന്ന് ഇത്രയും പറഞ്ഞത്. ഒരു പ്രാർത്ഥന വേണം. ദൈവമേ, ഡിഗ്രി പാസ്സായി, വലിയ വലിയ ഡിഗ്രികളൊക്കെ എടുത്ത് അകാരാതി അറിയാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിസ്ഥാന അറിയാവോ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാള് വലിയ ഉന്നത ബിരുദം എടുത്ത് ബിടെക് വലിയൊരു സ്ഥാപനത്തിൽ നിന്ന് എടുത്ത ഒരാളാ. ആ ആൾക്ക് 4×4=16. 4×4 എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4×4 ഒപ്പം കാൽക്കുലേറ്റർ എടുത്ത് 4×4=16 എന്നറിയില്ല. ഗുണനപ്പട്ടിക അത് പഠിച്ചിട്ടില്ല. അതൊന്നും ആവട്ടെ, ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. എല്ലാം ഉണ്ട്. ആരാധനയുണ്ട്, പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, വഴിപാടുണ്ട്, നേർച്ചയുണ്ട്, കൂട്ടായ്മയുണ്ട്, ഇതെല്ലാം ഉണ്ട്. സൂക്ഷ്മതയോടെ ചെല്ലുമ്പോൾ ദൈവം ദുഃഖിക്കുന്നൊരു വിഷയം. ദൈവത്തിൻ്റെ ആത്മാവെന്ന് തൻ്റെ സഭയ്ക്ക് കേൾപ്പിച്ചതാണ്. സൂക്ഷിച്ച് ചെല്ലുമ്പോൾ ദൈവഭയമില്ല. യഹൂദൻ, യവനൻ, ജാതി, ആരായിരുന്നാലും അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് മനുഷ്യനായിട്ട് ദൈവത്തിന്റെ ഭക്തനായിട്ട് ദൈവം അംഗീകരിക്കണമെങ്കിൽ അവന് വേണ്ട അടിസ്ഥാന യോഗ്യതയാണ് ദൈവഭയം. കർത്താവിന്റെ സ്തോത്രം. അതിനെക്കുറിച്ച് വളരെ വിശദീകരിച്ച് സംസാരിക്കേണ്ടതും നമ്മൾ പഠിക്കേണ്ടതുമായ വിഷയങ്ങളുണ്ട്. ഒരു കാര്യം നാം ഓർത്തു കൊള്ളുക, അത് ജാതിയായാലും. സൂതികർമ്മിയുടെ കാര്യം ഓർത്തുകൊള്ളണം. അത് ഭക്തനായ ഏറ്റവും സ്നേഹിതനായ അബ്രഹാമായാലും, അത് കർത്താവിനോട് ക്രൂശിക്കപ്പെട്ട കള്ളനായിരുന്നാലും, ആരായിരുന്നാലും ഏറ്റവും അടിസ്ഥാന യോഗ്യത. ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റുകൾക്കും മുമ്പ് അടിസ്ഥാന സർട്ടിഫിക്കറ്റ് ചോദിക്കും. ഇതുപോലെ എല്ലാ മനുഷ്യരുടെയും ദൈവിക സാക്ഷ്യത്തിന് ദൈവം അടിസ്ഥാനമായി കൊടുത്തിരിക്കുന്നതാണ്. അവനിൽ അന്വേഷിക്കുന്നതാണ് ഭയമുണ്ടോ, ദൈവഭയമുണ്ടോ? ഉണ്ടാകും. ദൈവം കണ്ടിട്ടുള്ളവരെങ്കിൽ ദൈവഭയം ഉണ്ടാകും. നമുക്ക് മുട്ടുകളെ മടക്കാം, പ്രാർത്ഥിക്കാം. നമുക്ക് ഈ വിഷയത്തിന്മേൽ ഒരല്പസമയം പ്രാർത്ഥിക്കണം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ കുടിവരുമ്പോൾ സങ്കീർത്തനമുണ്ട്, പ്രാർത്ഥനയുണ്ട്, പാട്ടുണ്ട്, ആരാധനയുണ്ട്, കർത്താവ് വഴിപാടുകളുണ്ട്, നേർച്ചയുണ്ട്. എൻ്റെ പിതാവേ, എല്ലാം ഉണ്ട് കർത്താവെ, നാഥ. എന്നാൽ ഇതിലൊക്കെ ആധാരമായി, അടിസ്ഥാനമായി ദൈവഭയത്തിൽ നിന്നാകുന്നുവോ ഇതൊക്കെ ഉളവായി വരുന്നതെന്ന് ഇന്നൊന്ന് ചിന്തിപ്പാൻ ഞങ്ങൾക്ക് ശക്തി നൽകണം കർത്താവെ. ദൈവമേ, ദൈവഭയമുള്ളവനെ ദൈവം മാനിക്കും, ദൈവഭയമുള്ളവനെ ദൈവം ഉയർത്തും, ദൈവഭയമുള്ളവനെ ദൈവം തൻ്റെ സന്നിധിയിലേക്ക് ചേർക്കും. കർത്താവെ, കരുണ തോന്നണമേ കർത്താവെ. ദൈവം ഒരു മനുഷ്യനിൽ അന്വേഷിക്കുന്ന ആത്യന്തികമായ യോഗ്യത ദൈവഭയം, അത് ഞങ്ങൾക്കുണ്ടായിരിക്കട്ടെ. കാത്തുകൊള്ളണമേ അപ്പച്ചാ. സ്തോത്രം. പോയി പ്രാർത്ഥിക്കാം.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.